കാപ്പിത്തടികളിൽ മനോഹരമായ കരകൗശല വസ്തുക്കൾ ഒരുക്കുകയാണ് കൂത്തുപറമ്പിനടുത്തുള്ള മമ്പറം കീഴത്തൂർ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. അധ്യാപകർ പകർന്നു നൽകിയ അറിവ് ഉപയോഗപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. പാഴ്വസ്തുക്കളിൽ നിന്നും അലങ്കാര വസ്തുക്കളിലേക്ക് എന്ന ആശയമുയർത്തിയാണ് വിദ്യാർത്ഥികളുടെ ഈ കലാവിരുത്. കാപ്പിത്തടികളിൽ കരകൗശല വിസ്മയം തീർത്തിരിക്കുകയാണ് കൂത്തുപറമ്പിനടുത്ത് മമ്പറം കീഴത്തൂർ UP സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ. ആ മനോഹര കാഴ്ചയിലേക്ക് ഈ അധ്യയന വർഷത്തിലാണ് കരകൗശല നിർമ്മാണത്തിന് തുടക്കമിട്ടത്. സ്കൂളിലെ പഠനയാത്രയുടെ ഭാഗമായി കർണാടക സന്ദർശിച്ചപ്പോഴാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ കാപ്പിത്തടികൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് നേരിൽ കാണുന്നത്. അതേ മാതൃക സ്വന്തം സ്കൂളിലെ കുട്ടികൾക്കും പരിചയപ്പെടുത്തണമെന്ന ആശയമാണ് ഇങ്ങനെയൊരു വഴിയൊരുക്കിയത് എന്ന് അധ്യാപകൻ രാകേഷ് പറഞ്ഞു. നമ്മുടെ സ്കൂളിൽ നിന്ന് അധ്യാപകർ ഒരു യാത്ര പോയിരുന്നു. ചിക്കമംഗളൂർ, കർണാടക ഭാഗങ്ങളിൽ യാത്ര പോയിരുന്നു. അപ്പോൾ ആ ഏരിയയിൽ ആണ് നമ്മൾ ഈ ഒരു കാപ്പി മരങ്ങൾ തടി കൊണ്ടുണ്ടാക്കുന്ന കുറേ ഫർണിച്ചറുകളും അതേപോലെ ചെറിയ ചെറിയ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ചെറിയ കുട്ടികളിലും ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂളിലെ കുട്ടികൾക്കും ഇതൊന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികളെ താല്പര്യമുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അങ്ങനെ പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിതിൻ്റെ തുടക്കം. പിന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ ഇറക്കി പിന്നെ ഇങ്ങനെ ഇവിടുത്തെ അധ്യാപകരോട് ആലോചിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് അവരെ പറഞ്ഞു. ആ രീതിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 5, 6, 7 ക്ലാസുകളിലെ ഏകദേശം 35 വിദ്യാർത്ഥികളാണ് നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. 70ഓളം വർഷം പഴക്കമുള്ള കാപ്പിത്തടികൾ ഉപയോഗിച്ചാണ് കുട്ടികൾ വിവിധ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതെന്ന് അധ്യാപകൻ KO സുജിത്ത് പറഞ്ഞു. അതായത് ആദ്യം നമ്മൾ 70 വർഷത്തോളം പഴക്കമുള്ള ഈ കാപ്പി ചെടികൾ സംഘടിപ്പിക്കുന്നു. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല വൃത്തിയിൽ അതിൻ്റെ തൊലി കളഞ്ഞ്, തൊലി പോയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ഇളകിപ്പോവും. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ സാൻഡ് പേപ്പർ അടക്കം ഇട്ട് വൃത്തിയാക്കി വെച്ചതിന് ശേഷം പോളിഷ് ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാഴ്വസ്തുക്കളിൽ നിന്നും അലങ്കാര വസ്തുക്കൾ എന്നതാണ് പ്രധാനമായും നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു വസ്തു തന്നെയാണിത്. അപ്പോൾ ഒന്നും നശിച്ചു പോകുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ ഉല്ലാസത്തോടു കൂടി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. കാരണം പഠനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഇത് ചെയ്യുന്നത്. ക്ലാസ് നടക്കാത്ത സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ കുട്ടികളെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം അവർ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. പൂച്ചട്ടി സ്റ്റാൻഡുകൾ ഉൾപ്പെടെ വീടുകളുടെ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങളാണ് കുട്ടികളുടെ കൈകളിൽ വിരിയുന്നത്. പുതിയൊരു അനുഭവം ഈ പരിശീലനത്തിലൂടെ ലഭിച്ചതായി വിദ്യാർത്ഥികളും പറഞ്ഞു. ആദ്യം നമ്മൾ മരമെല്ലാം മുറിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് അത് പോളിഷ് ചെയ്യും, മിനുസപ്പെടുത്തിയിട്ട് അത് പോളിഷ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ആണി വെച്ചിട്ട് അടിച്ചിട്ട് ഫിറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് വരുന്ന മരങ്ങളെല്ലാം നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു അലങ്കാര വസ്തുവാക്കി വെക്കാനും പറ്റും. നമുക്കിപ്പോൾ ഫ്രീ ടൈമിൽ ഇത് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റിയത് നല്ല അനുഭവമായിരുന്നു. നമുക്കിത് നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്യാൻ. നമ്മളിപ്പോൾ കുറേ ഇതേപോലത്തെ സ്റ്റാൻഡ്സ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ചെയ്യുമ്പോൾ മാഷന്മാരെല്ലാം നമുക്ക് വന്നിട്ട് സഹായിക്കാം. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൂർണ്ണ പിന്തുണയുമായി പ്രധാന അധ്യാപികയും ഒപ്പമുണ്ട്. ഈ വർഷമാണ് ആദ്യമായിട്ട് കരകൗശല വസ്തുക്കളുമായി ബന്ധപ്പെട്ട പ്രദർശനത്തിലേക്ക് നീങ്ങിയത്. ഇതിനു മുന്നേ മാഷ് ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ടിട്ടും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവർത്തനങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും കൂടെ കുട്ടികളെ സ്കൂളിൻ്റെ ഒരു പുരോഗതിക്കും കൂടെ സ്കൂളിൻ്റെ പേര് എല്ലാ സ്ഥലത്തും അറിയാനും സഹായിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത്. പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാൻ താല്പര്യപ്പെടുന്നവരല്ല ഈ സ്കൂളിലെ ഓരോ കൂട്ടുകാരും. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനൊപ്പം തേജസ്വിനി മാറോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.